നമസ്കാരം, നയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കാറളത്താണ്. എന്നോടൊപ്പം നിൽക്കുന്നത് രാമചന്ദ്രൻ ആചാര്യ ചേട്ടനാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. കുടിവെള്ളം തന്നെ പല സ്ഥലങ്ങളിലും കിട്ടാനില്ല. പല സ്ഥലങ്ങളിലും കിണർ കുഴിക്കുന്ന സമയത്ത് പാറ, അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഇനി വയലിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ വയലിൽ കിണർ കുഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മറ്റു പല പ്രശ്നങ്ങൾ, എണ്ണ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കുടിവെള്ളത്തിന് രുചിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി. അതുപോലെ 5 സെൻറ്റ് സ്ഥലത്തായിരിക്കും പലരും താമസിക്കുന്നത്. അതിൻ്റെ അത് തൊട്ടടുത്ത പറമ്പിലെ സെപ്റ്റി ടാങ്ക് നമ്മുടെ കിണറിനോട് അടുത്തായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആകാംക്ഷകളും കുറേ ടെൻഷനുകളും. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിധിയോടെയുള്ള ഒരു സൊല്യൂഷനും ഒപ്പം പരമ്പരാഗതമായിട്ട് കിണറ്റിൽ നെല്ലിപ്പലക സ്ഥാപിക്കുന്ന ഒരു കുടുംബത്തിനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ പണിശാലയിലാണ്. ഈ കാണുന്നത് നെല്ലിപ്പലകയാണ്. ഇതിൻ്റെ പ്രത്യേകത ആദ്യം നമുക്ക് ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, എന്താണ് ഈ നെല്ലിപ്പലകയുടെ പ്രത്യേകതയെന്നും എന്തിനു വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്നും ഒന്ന് നമുക്കൊന്ന് അറിയാം. ചേട്ടാ, നയം ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം. നമ്മള് കിണറ്റില് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കിണറ്റില് ഇടുന്നത്. അപ്പൊ ആദ്യം കിണറിന്റെ ഏറ്റവും അടിയിലാണ് ഇത് സ്ഥാപിക്കാം. അതിന്റെ മുകളിൽ നിന്ന് കട്ട കെട്ടാം, കല്ല് കെട്ടാം, ഓട് വയ്ക്കാം. അങ്ങനെ അത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് വരും. കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം ഫിൽറ്റർ ചെയ്യും. ശരി. ഈ കട്ടയുടെ ഉള്ളിലൊക്കെ അതിന്റെ ബാക്കിൽ ബേബി മെറ്റലൊക്കെ നിറയ്ക്കും. അപ്പൊ അതിൽ വെള്ളം സ്റ്റോർ ചെയ്യും. അപ്പൊ നമ്മൾ മോട്ടർ അടിച്ച വഴിക്ക് ആ സ്റ്റോർ ചെയ്ത വെള്ളമാണ് വരിക. അപ്പൊ വെള്ളം അനങ്ങിയാൽ തന്നെ വെള്ളം നന്നായി. ഡെയിലി പുതിയ വെള്ളം നമുക്ക് വന്നു. അതായത് നമ്മളിപ്പം നെല്ലിപ്പല പതിക്കുന്ന സമയത്ത് അതിന് ആദ്യം നമ്മള് ബേബി മെറ്റൽ വെറുതെ ഇത് വെക്കും. അതിന്റെ മുകളിൽ കട്ടാക്കും. ചുടുകട്ട അല്ലെങ്കിൽ ഓട് അല്ലെങ്കിൽ കല്ല്. വെട്ടുകല്ല്. അപ്പൊ വെട്ടുകല്ലാകുമ്പോ ഏറ്റവും ചെലവ് കൂടും. അങ്ങനെ നിരത്തി ഒട്ടനെ കുറിച്ച് ചെത്തി ഉണ്ടാക്കണം. ഷേപ്പ് ചെത്തി ഉണ്ടാക്കണം. അല്ലല്ല, മുട്ടിച്ച് ചെത്തി ഉണ്ടാക്കണം. ശർക്കര വെള്ളത്തിന്റെ ഷേപ്പ് പോലെ കൂച്ചനായിട്ട് ചെത്തണം. ആർച്ചാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ചെലവ് കൂടും. ഒന്നാമത് നല്ല കല്ല് പോണേ കണ്ണൂരൊക്കെ പോണം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് നാട്ടില് നമ്മൾ ഇഷ്ടമാണ് ചുടുകട്ടയാണ്. നമ്മള് ഓരോ കമ്പനി കട്ട നല്ല കട്ട വാങ്ങിച്ചിട്ട് ആ കട്ട അടക്കിയിട്ട് ആ കട്ടയുടെ ബാക്കിൽ മുഴുവൻ ബേബി മെറ്റൽ ഫില്ല് ചെയ്യും. അപ്പൊ വെച്ചാൽ വെള്ളം മുഴുവൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും ബാക്കില്. അപ്പോ നമ്മൾ മോട്ടർ അടിച്ച വഴിക്ക് ആ സ്റ്റോർ ചെയ്ത വെള്ളം വരുമ്പോ വെള്ളം അനങ്ങി. വെള്ളം ഡെയിലി അനങ്ങും. വെള്ളം അനങ്ങിയാൽ തന്നെ വെള്ളം നന്നായി. മറ്റേ റിങ് ഇട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടായിരിക്കില്ല. വെള്ളം കെട്ടിക്കിടക്കുള്ളൂ. വെള്ളം കെട്ടിക്കിടന്നാൽ തന്നെ വെള്ളം നാശമായി. അപ്പൊ വേലിയിറക്കുന്ന വെള്ളം ഡെയിലി പാസേജ് ഉണ്ടാവണം. അപ്പൊ എല്ലാ ദിവസവും പുതിയ വെള്ളം നമുക്ക് കിട്ടണം. പുതിയ വെള്ളം കിട്ടിയാൽ മാത്രമേ വെള്ളം നന്നാവുള്ളൂ. അപ്പൊ ഈ നെല്ലിപ്പടിയുടെ ആ നെല്ലിമരത്തിന്റെ ആ കറയും ഈ മറ്റേ സ്റ്റോർ ചെയ്ത വെള്ളവും ആവുമ്പോൾ വെള്ളം ഇതിന് പ്രത്യേകത ഉണ്ടാവും. രുചിക്ക് മാറ്റം വരും. മനസ്സിലായി? അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. അതായത് നെല്ലിപ്പല ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ രുചിയിൽ മാറ്റം വരും. ആ നെല്ലിമരത്തിന്റെ കറയാണ് നെല്ലിക്ക തളക്ക് ഇടണ പോലെ പറഞ്ഞില്ല, തണവാണ് അതിന്റെ ഏറ്റവും പ്രധാനം. വെള്ളം നല്ല തണവുണ്ടായിരിക്കും. നമുക്ക് കോരി ഒഴിക്കാൻ കുടിക്കാം. അതായത് ഇതിപ്പോ നമ്മള് നെല്ലിപ്പലകയാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതിലിപ്പം ഈ പലകയിൽ നമ്മൾ തൊടുമ്പോ സമയത്ത് തന്നെ നമുക്ക് ആ തണുവ് അറിയാൻ പറ്റും. ഇതിപ്പം ഇതൊക്കെ പിന്നെ ചിന്തേറിട്ടിട്ട് വെച്ചിരിക്കുകയാണ്. സാധാരണ തടി പോലല്ല, ജസ്റ്റ് ഇത് തൊടുമ്പോ തന്നെ നമുക്ക് നമ്മുടെ നീരുണ്ടാവണം. നീരില്ലെങ്കിൽ കാര്യമില്ല. അത് ശരി. ഇതിപ്പോ പച്ചക്ക് വെച്ചൊക്കെയാണോ? അല്ല, പച്ചക്ക് വെച്ചൊക്കെയാണോ ഇറക്കുന്നത്? അപ്പൊ ഓർഡനുസരിച്ച് മരം ഇറക്കുള്ളൂ. അത് ശരി. ഉണങ്ങി കഴിഞ്ഞാൽ സാധനം മരം വീണ്ടും നാശമാവും. അത് ശരി. അപ്പൊ അതിന്റെ കറ പറ്റി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഗുണമില്ല. പച്ചക്ക് വെച്ചാണ് പച്ചക്ക് വെക്കണം. നല്ല നൂറ്റാണ്ട് വെക്കുള്ളൂ. അത് ശരി. ഉണങ്ങി കഴിഞ്ഞാൽ ഏത് മരം ഉണങ്ങി കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ദ്രവിക്കും. പക്ഷെ നെല്ലിമരം അങ്ങനെ പച്ചയിൽ വെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളോളം കിടക്കും. അതാണ് മരത്തിന്റെ പ്രത്യേകത. ഇതിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ, വേറെ ഒന്നിനും പറ്റില്ല. ഒരു പട്ടിക പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ശരി. നെല്ലിമരത്തിന്റെ പ്രത്യേകത വെച്ചാൽ വളഞ്ഞു പിരിഞ്ഞ് നടന്ന നാശം. പിന്നെ മറ്റു മരത്തിന്റെ പോലെയല്ല, ഒരിക്കലും കുത്തനെ പോവില്ല. ഇത് വളഞ്ഞു പിരിഞ്ഞുണ്ടാവുള്ളൂ. തേക്കും വീട്ടിലെ പോലെ ഉയരത്തില് പോവില്ലാണ്. അതൊക്കെ വളഞ്ഞു പിരിഞ്ഞ് കൊല്ലങ്ങൾ കഴിയണം അതൊന്നും ഇത്തിരി വണ്ണം വെച്ച് കിട്ടാൻ. പിന്നെ അത് കിട്ടില്ല. നമ്മുടെ നാട്ടില് കിട്ടുന്നുണ്ടോ? സുലഭമാണോ? നാട്ടില് കിട്ടില്ല. ഇപ്പൊ നമ്മള് പാലക്കാട് നമ്മൾ എടുക്കണം. അവിടെ നിന്ന് കിട്ടില്ല. ഉള്ള വീട്ടിൽ നിന്നൊന്നും കിട്ടില്ല. തരില്ല. നെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ട് അവര് എടുക്കും. ഇതിപ്പോ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിലേക്ക്, കിണറിന്റെ ഷേപ്പ് വട്ടം അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കും, ചെയ്തെടുക്കും. കിണറിന്റെ വട്ടം എത്രയാണെങ്കിൽ ആ വട്ടം അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ അത് ഏറ്റവും അടിയിൽ വെച്ചിട്ട് നമ്മള് മണൽപ്രദേശമൊക്കെ ആണെങ്കിൽ മാതി കിഴിപ്പിട്ട് കൊണ്ടുപോകും. ഈ നെല്ലിപ്പിടിയും കട്ടയും കൂടി കൊണ്ടുപോകും. മണലാണെങ്കിൽ ചിലപ്പോൾ ഇടിച്ചിൽ വന്നാൽ നമ്മളപ്പോൾ വെള്ളം ഇത് വെക്കും. പിന്നെ ഈ നെല്ലിപ്പിടി ഇറക്കം കൊണ്ടുപോകുള്ളൂ.
ആ ആ ആ ആ മനസ്സിലാവും. നെല്ലിപ്പൊടിയും കട്ടയും കൂടി നമുക്ക് എന്തോരം വേണേലും കൊണ്ടുപോകാം. അത് ശരി. ആ, ഒരു കൊല്ലം 2 കൊല്ലം നമ്മൾ തന്നെയാണോ ഫിക്സ് ചെയ്യുന്നത്? പണിക്കാർ, കൂലിപ്പണിക്കാരുണ്ട്. ഇപ്പൊ പിറവത്താണ് ഉറക്കം നടക്കുന്നത്. അത് ശരി. അപ്പോൾ ഇവിടുന്ന് പണിക്കാർ പോകും ഡെയിലി. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഏറ്റവും അടിയിൽ നെല്ലിപ്പൊടി വയ്ക്കും. നെല്ലിപ്പൊടി വെച്ചിട്ട് കട്ട ഇട്ട് പൊന്തിക്കും. ഓക്കെ, കട്ട അടുക്കും. കട്ട അടക്കിയ ശേഷം കട്ട അടക്കം കീഴ്പോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇടിഞ്ഞു പോരും. കട്ട അടക്കം കീഴ്പോട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്തി കീഴ്പോട്ട് കൊണ്ടുപോകും. ഓക്കെ ഓക്കെ ഓക്കെ. വെള്ളം കിട്ടാൻ വേണ്ടിട്ട്. ശരി. വെള്ളം കണ്ടാലും ഇടിയുള്ളൂ. ഏത് കിണറായാലും വെള്ളം കണ്ട ശേഷം ഇടിയുള്ളൂ. അത് ശരി. അപ്പോ വെള്ളം കണ്ട് ഇടിച്ചിൽ തോന്നി കഴിഞ്ഞാൽ പിന്നെ കാത്തില്ല. കുറേശ്ശെ നമ്മൾ കീഴ്പോട്ട് മാന്തി കൊണ്ടുപോകും. ഓക്കെ. ഭൂമിയുടെ രീതി അനുസരിച്ച്, മണ്ണിന്റെ ഘടന അനുസരിച്ചാണ് നമ്മൾ മാന്തി കൊണ്ടുപോകുക. അത് ശരി. ഈ കട്ട എത്ര അടി ഹൈറ്റിൽ ഇടിച്ചിൽ വരെ നമ്മൾ കൊണ്ടുപോകും. ഇടിഞ്ഞോർത്തോളം വരെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചില കിണറ്റിലൊക്കെ 2 ആൾക്ക് പങ്കുണ്ടാവും. അത് ശരി. അപ്പൊ നമ്മള് നെല്ലിപ്പൊടി വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഓട്ടുമുറി ഫില്ല് ചെയ്യും. ഓട്ടുമുറി ഫില്ല് ചെയ്തിട്ട് നമ്മള് അപ്പൊ ഈ കട്ട അടുക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല, അത് പരിചയക്കാർ വേണമെന്ന് മാത്രം. അല്ല, ഈ കട്ട അടുക്കുന്നത് ഗ്യാപ്പ് ഇടുക അങ്ങനെ എന്തെങ്കിലും? ബാക്കിൽ ഗ്യാപ്പ് ഉണ്ടാവും, ഫ്രണ്ട് മുട്ടിക്കും. ഫ്രണ്ട് മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമായിരിക്കും. അപ്പൊ ആ ഒട്ടുമുറി അല്ല, മറ്റേ ഇങ്ങനെ ജസ്റ്റ് ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ കാണിച്ചാൽ കട്ട അവിടെ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാപ്പിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യും. അത് ശരി. പുറത്ത് ഇഷ്ടമായതുകൊണ്ട്. അതായത് ഇപ്പൊ സാധാരണ കൂജയ്ക്ക് 4 ഇഞ്ച് കാണാൻ ഉണ്ടാവുള്ളൂ, ഇത് 9 ഇഞ്ച് കാണാം. അപ്പൊ അതിനുള്ള മാറ്റം ഉണ്ടാവുമല്ലോ, വെള്ളത്തിന് തണുപ്പ് കിട്ടും. അന്ന് തന്നെയല്ല വെള്ളം നമ്മൾ മോട്ടർ അടിച്ചാലും വെള്ളം അനങ്ങും. പഴയ കാലത്തെ പോലെ നമ്മൾ വെള്ളം കോരുന്നില്ല. അപ്പൊ ഇത് മോട്ടർ അടിച്ചാലും ആ സ്റ്റോർ ചെയ്ത വെള്ളം വരും. അപ്പൊ പുതിയ വെള്ളം ദിവസം വന്നുകൊണ്ടിരിക്കും. അത് ശരി. പുതിയ വെള്ളം വരുമ്പോ തന്നെ നമുക്ക് എന്നിട്ട് ഈ കട്ട അടുക്കിയതിന്റെ മുകളിൽ എന്താ പിന്നെ സിമെന്റ് വെള്ളത്തിന്റെ ലെവൽ കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ ഇപ്പൊ വെള്ളത്തിന്റെ ലെവൽ കഴിഞ്ഞിട്ട് നമുക്ക് റിങ് വേണം, മണ്ണിന്റെ റിങ്ങോ കോൺക്രീറ്റിന്റെ റിങ്ങോ ചെയ്യാം. അതൊന്നും വിഷയമല്ല. നമുക്ക് വേനൽക്കാലത്താണല്ലോ വെള്ളം നന്നാവേണ്ടത്. അപ്പൊ ഒരു 2 കോൽക്ക് വെള്ളം ഉണ്ടായാൽ മതി ഒരു കിണറ്റില്. അത് ശരി. നമുക്ക് ദിവസം വെള്ളം വരുന്നതാണല്ലോ. അതെ അതെ അതെ. അപ്പൊ ഇതില് നമ്മളിപ്പം ഈ പിന്നെ നെല്ലിപ്പലകയുടെ റിങ് വരുമല്ലോ, അതിന് വണ്ണം എങ്ങനെ തിക്നെസ്? 9 ഇഞ്ച് 11 ഇഞ്ച് വീതിയും 2 ഇഞ്ച് കനമാണ്. അത് ശരി. കാരണം ഈ 2 ഇഞ്ച് കനാണ്, അത് 9 ഇഞ്ച് വീതി ഉണ്ടായിരിക്കും. അത് ശരി. കട്ട 9 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പുറത്ത് അത് വിട്ടിട്ട് 2 ഇഞ്ച് കൊണ്ട് പുറത്ത് വരും. 11 ഇഞ്ച് വീതി മൊത്തത്തില് അത് ശരി നെല്ലിപ്പിടി വരും. പാമ്പേരി എന്നൊക്കെ പറയും, ചില അരഞ്ഞാണെന്ന് പറയും. പല ഇതിലും പല ഭാഷയായിട്ടുള്ള വരും. അപ്പൊ അരഞ്ഞാണെന്നൊക്കെ പറയും ചിലര്. പാമ്പേരിയാണ് നമ്മളൊക്കെ പറഞ്ഞു കേട്ടുള്ള. അപ്പൊ അത് ചവിട്ടി ഇറങ്ങാനൊക്കെ നമുക്ക് കിണറ്റിലേക്ക് ഇറങ്ങാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ നല്ല വെള്ളം കുടിക്കണമെങ്കിൽ നെല്ലിപ്പലി വെക്കണം. ഓക്കെ, നമുക്കിതിപ്പം ഇത് ചെയ്തെടുക്കാനായിട്ട് എങ്ങനെ ഇപ്പൊ ഒരു 7 അടി വ്യാസമുള്ള ഒരു കിണറാണെങ്കിൽ നമുക്ക് ഒരു റിങ്ങല്ലേ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 20,000 7 അടിയുടെ. അതിന്റെ എങ്ങനെയാണ് അതിന്റെ താരിഫുകളൊക്കെ എങ്ങനെയാണ്? ഓരോ കിണറിന്റെ സൈസിനനുസരിച്ച് നമ്മൾ 2-3 പീസായിട്ട് അഴിക്കും. അത് അല്ല, നമുക്കിപ്പോ ഏറ്റവും ചെറിയ സൈസ് കിണർ എന്ന് പറയുന്നത് എത്ര അടിയാ? അത് 3 അടിയിലുണ്ട്. 3 അടിക്ക് എത്ര വരും? 3 അടിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ 7,500, 6,000 പല റേറ്റ് ആയിട്ട് വരും. സൈസിനനുസരിച്ചിട്ടാണ് കൂടുന്നല്ലേ? അത് ശരി. പക്ഷെ അങ്ങനെ റേറ്റ് കുറച്ചിട്ട് വളരെ ചെറുത് വെച്ചിട്ട് കാര്യമില്ല. 4 കൊല്ലം കഴിഞ്ഞിട്ട് വെള്ളം ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കിണർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ റിംഗ് മുടി എടുത്ത് മാറ്റണം. അപ്പൊ ആ ബാക്കിന് നിറച്ച മെറ്റലും ഈ മാറ്റണം. ആ വട്ടത്തിലുള്ള കിണറാണെങ്കിൽ അതേ വട്ടത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഒരു വീടിന് വേണ്ടുന്ന രീതിയിലുള്ള കിണറിന്റെ സൈസ് 3.2, 2.10. അല്ല, കിണറിന്റെ വട്ടം 3.2, 3 കോല് 2 വരല്, 2 അല്ലെങ്കിൽ 2.10. പഴയ കാലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ 4.2, 5.2. മോട്ടർ അടിക്കണ മറ്റേ വെള്ളടിക്കേണ്ട കിണറൊക്കെ ആണെങ്കിൽ 4.2 വേണം. ഈ 4.2 പറയുന്നത് 4 കോല് 2 വരല്, അങ്ങനെയാണ് കോല് കണക്കിന്റെ അളവ്. അതൊക്കെ ഇഞ്ചളവിനൊക്കെ പറയുമ്പോ ഈ കളിമണ്ണിന്റെ റിങ്ങൊക്കെ ഇഞ്ചളവിന് ഉണ്ടാക്കുന്നത് 4 അടിക്ക്. അപ്പൊ നമ്മളും അതുപോലെ മാറണം. 5 അടി എന്ന് പറയുമ്പോ 5 അടി, 4 അടി എന്ന് പറയുമ്പോ 4 അടി. പിന്നെ മലയാള കണക്കൊക്കെ പോയി. അപ്പൊ ഓരോരുത്തർ റിങ്ങിന്റെ അളവ് നോക്കിയിട്ട് അച്ഛന്റെ അളവ് നോക്കിയിട്ടാണല്ലോ റിങ്ങിന്റെ. അപ്പൊ പഴയ കാലത്തൊക്കെ 3.2 എത്ര ഈ നമ്മൾ ഈ നെല്ലിപ്പലക ഇടുന്നതിന് അതിന്റെ എത്ര വർഷം നമുക്ക് അത് കിടക്കുന്നുള്ള ആയുസ് പറയാൻ പറ്റും? പുരുഷാന്തരം കിടക്കും. നമുക്കതിന് അതായത് വെള്ളത്തിന് എത്ര വർഷം വേണം ഇത് കിടക്കും? വെള്ളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് നാശം വരുന്നത്. അത് ശരി. നൂറ്റാണ്ടുകളിൽ കിടക്കും. അച്ഛന് 96 വയസ്സായി. അച്ഛന്റെ അച്ഛനെ കിട്ടി, അച്ഛൻ്റെ എനിക്ക് കിട്ടി. എന്റെ ഇതിപ്പോ മോന്റെ സാധനം ഉറക്കിയതൊക്കെ അവനെ കൊണ്ടുപോകണം. മോന് ഇപ്പം ഇവിടെ സാധനങ്ങൾ നെല്ലിപ്പലകയുടെ ഇതൊക്കെ ആയിട്ട് ഇപ്പൊ ആള് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇപ്പം വണ്ടിയിലെ കൊണ്ട് പോയിട്ടേ ഉള്ളൂ. അതൊക്കെ എന്റെ ശിഷ്യന്മാരാണ്.
ഓക്കെ, ആ ശരി. ശിഷ്യന്മാരാണ്. ഞാൻ വൈദ്യകർമ്മൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അത് ശരി. ആഹാ. നമ്മള് പലപ്പോഴും തമാശ രീതിയിൽ പറയാറുണ്ട് ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഈ നെല്ലിപ്പലക എന്താണെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പം അതിന്റെ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: നമ്മൾ എപ്പോഴാണ് കിണറ്റിലെ നെല്ലിപ്പലക കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മാക്സിമം വറ്റിയതിന് ശേഷമാണ് നെല്ലിപ്പലക തെളിയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതിന്റെ തൊട്ട് ക്ഷമ മാക്സിമത്തിൽ എത്തി നിൽക്കുന്ന എന്നുള്ളതാണ് ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നത്. അതായത് മാക്സിമം ക്ഷമിച്ചിട്ട് നിൽക്കുന്ന അവസ്ഥ എന്നുള്ള രീതിയിലുള്ള പ്രാസം ആണ് ഈ ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്നത്. അതിലെ യഥാർത്ഥ നെല്ലിപ്പലക അവിടെ അടുത്ത് നെല്ലിപ്പലക ഉണ്ടാക്കുന്ന ആളിനോടൊപ്പമാണ് നമ്മൾ ഇത്ര നേരം ചെലവഴിച്ചത്. നിങ്ങൾക്ക് കിണറ്റിൽ നെല്ലിപ്പലക സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്തേക്കാം. അതിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. രാമേന്ദ്രേട്ടൻ നെല്ലിപ്പലകയുടെ ഇത് വർക്ക് മാത്രമല്ല ചെയ്യുന്നത്, വൈദിക കർമ്മങ്ങളും ചേട്ടൻ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൂടെ ഒന്ന് കടക്കാം. എന്താണ് ചേട്ടൻ, എന്തൊക്കെ വൈദിക കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 കർമ്മം നടക്കുന്നത്. ഒന്ന് വൈദിക കർമ്മവും ഒന്ന് താന്ത്രികമാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന കർമ്മങ്ങളെല്ലാം താന്ത്രികമാണ്. താന്ത്രികം എന്ന് പറഞ്ഞാൽ പുരാണത്തെ ആസ്പദമായിട്ടും വൈദികം എന്ന് പറഞ്ഞാൽ വേദത്തെ ആസ്പദമായിട്ടാണ്. പുരാണത്തിൽ മനുഷ്യ ദൈവങ്ങളെ പറ്റി പറയുന്നു, പുരാണത്തിൽ ഈശ്വരനെ പറ്റി പറയുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. അതാണ് വൈദികം താന്ത്രികം എന്നുള്ള മാറ്റം. അതാണ് വേദത്തിൽ ഈശ്വരനെ പറ്റി പറയുന്നു, ഈശ്വരനെ ആസ്പദമായിട്ട്. മറ്റേതെല്ലാം താന്ത്രികങ്ങളെല്ലാം പുരാണ സങ്കല്പമാണ്. പുരാണത്തിൽ മുഴുവൻ നക്ഷത്രങ്ങളുള്ളതെല്ലാം ജീവിച്ചു മരിച്ചാണ്. ജനിച്ചതിന്റെ കൃത്യമായി കണക്കാനുള്ള നക്ഷത്രം. ഇന്ന് പറയുന്ന 30 കോടി ദേവന്മാർക്ക് നക്ഷത്രമുണ്ട്. അത് ഈശ്വരനാവില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇകത്തിൽ നാശമില്ലാത്തതാണ് ഈശ്വരൻ. അതായത് ലോകത്തിൽ നാശമില്ലാത്തതാണ് ഈശ്വരൻ. അതിനാണ് വിരാട് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ വിരിഞ്ഞു നിൽക്കുന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. സ്വരാട് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നു. സാമ്രാട് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഇച്ഛിക്കുന്നില്ല. ഈശ്വരൻ പ്രതിഫലം ഇച്ഛിച്ചിട്ടില്ല ഈശ്വരന്റെ ദൗത്യം ഏറ്റെടുത്തത്. അത് നിത്യം ഇങ്ങനെ ആളുടെ ദൗത്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഈശ്വരനും മറ്റുള്ള ദേവന്മാര് തമ്മിലുള്ള മാറ്റം. ദേവൻ എന്ന് പറഞ്ഞൊരു ഭാര്യയ്ക്ക് ഭർത്താവ് ദേവനാണ്, സംരക്ഷിക്കുന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. മനസ്സിലായി? ദേവന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പൊ 38 ദേവന്മാരാണ്, ഈശ്വരനല്ലേ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ പിതാവ് എന്ന് പറയാം, അല്ലെങ്കിൽ പടച്ചോ എന്ന് പറയാം, ഈശ്വരൻ എന്ന് പറയാം. ഇപ്പൊ വെള്ളത്തിന് തണ്ണി എന്ന് പറഞ്ഞു, വാട്ടർ എന്ന് പറഞ്ഞു, പാനി എന്ന് പറഞ്ഞു. ഭാഷ കൊണ്ടല്ല മാറ്റമുള്ളൂ. ഒരു മതം മോശം എന്ന് ഒരിക്കലും പറയാം. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന ആ വാക്കിന് അർത്ഥമുള്ളൂ. അതാണ്. അപ്പോൾ വേദത്തെ ആസ്പദമായിട്ടാണ് വൈദിക കർമ്മം നമ്മൾക്ക് അനുഷ്ഠിക്കേണ്ട വൈദികമാണ്. താന്ത്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്ത്രം മാത്രമേ പറയുള്ളൂ. അപ്പൊ ആ പറച്ചൽ തന്നെ ഉണ്ട് തന്ത്രം. താന്ത്രികം എന്ന തന്ത്രം തന്നെയാണ്. അത് മുദ്രകളെ കൊണ്ട് അവർ തന്ത്രങ്ങൾ കാണിക്കുന്നു. അപ്പൊ കഥകളിയൊക്കെ മുദ്രകൾ കാണാം അവിടെ. ആ മുദ്രകളെ കൊണ്ട് കാണിക്കുന്നതാണ് തന്ത്രം. മറ്റങ്ങനെയല്ല. വൈദികം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീട്ടുടമസ്ഥ കൊണ്ട് നമ്മൾ ചെയ്യിക്കലാണ് നമ്മുടെ വർക്കവർ. ഇപ്പൊ ഗണപതി ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഭാര്യയും ഭർത്താവ് ഇരുന്നിട്ടാണ് കർമ്മം ചെയ്യാൻ. അവരെ കൊണ്ട് ചെയ്യിക്കലാണ്. അവിടെ നമ്മൾ ചെയ്യുന്നതല്ല എൻ്റെ അർത്ഥം. നിങ്ങളുടെ ദോഷം നിങ്ങളല്ലേ തീർക്കേണ്ടത്. ഞാൻ ഏറ്റുവാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഇരുന്നിട്ടാണ് കർമ്മം ചെയ്ത്. അപ്പൊ ഹോമം ഇടുന്നത് ദോഷപരിഹാരത്തിനാണ് ഹോമം. കാരണം ഒരു കാരണവശാലും അഗ്നി അശുദ്ധി ബാധിക്കും. ഹോമം നമ്മൾ പഠിക്കണമെന്നാണ്. അല്ലല്ല, പറഞ്ഞ് ചെയ്യിക്കുക. പഠിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാലോ, പറഞ്ഞ് ചെയ്യിക്കാലോ. മനസ്സിലായി? അപ്പൊ ആ ദോഷപരിഹാരത്തിനാണ് ഹോമം ഇടുന്നത്. ഈശ്വരാദിത്യനാണ് കലശം വെക്കുന്നത്. അപ്പൊ നമ്മൾ കലശം വെക്കുമ്പോ പഞ്ചകലശം വെച്ചിട്ട് ചെയ്യാം. അല്ല, ചേട്ടൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു മുമ്പേ. നമ്മള് പിന്നെ നാളുള്ളത് ജീവിച്ചു മരിച്ചാണ്. ജനിച്ചതിന്റെ കൃത്യമായി കണക്കാണ് നക്ഷത്രം. ഈ പറയുന്ന 30 കോടി ദേവന്മാർക്ക് നക്ഷത്രമുണ്ട്. അല്ല, നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും നാളില്ലേ? മൃഗമാണെങ്കിൽ പോലും നാളുണ്ട്. അതെല്ലാം ഈശ്വര സൃഷ്ടിയാണല്ലോ. അതെ, ഓക്കെ, അതെ. ഈ ലോകത്തിൽ എന്തൊക്കെ കാണാനുണ്ടോ അത് ഈശ്വര സൃഷ്ടിയാണ്. അതാണ് ഹിന്ദു തത്വം എന്ന് പറയുന്നത്. ഹിന്ദുമതത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ അഹിംസ പരമധർമ്മം. ഒന്നിനും ഹിംസിക്കരുതെന്നാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ പുരാണത്തിൽ ഒന്നിനൊന്ന് വക വരുത്താൻ വേണ്ടിയാണ് ഓരോന്നോരോ ജന്മം. അപ്പൊ അത് നമുക്കതല്ല വേണം. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ? ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും നന്മ കിട്ടണ. പക്ഷെ അവിടെ കൊല ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ പറഞ്ഞ മന്ത്രം ഇതായിട്ട് എന്താ അർത്ഥമുള്ളത്? അപ്പൊ ഹിന്ദുമതത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ അഹിംസ പരമധർമ്മം. ചേട്ടാ, അപ്പൊ ഇത് പറഞ്ഞപ്പോ നമ്മള് പല പല പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ആത്മഹത്യ വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ആത്മഹത്യ കൂടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രവണത, ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ള ആളുകളുടെ ആ സോളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർക്ക് ജീവിച്ച് മതിയായിട്ടില്ല. തീർച്ചയായിട്ടും.
59 വയസ്സ് അറ്റാക്ക് ആയിട്ട് മരിച്ചതും ആർഗുലയാണ്. അതെ. 60 വയസ്സ് കഴിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്തോ ആർഗുല എന്ന് പറയാൻ പറ്റില്ല. അതായത് 120 വയസ്സാണ് നമ്മുടെ ആയുസ്, അതിൽ പകുതിയെങ്കിലും കിടക്കണം. അതാണ് 60-ാം പിറന്നാൾ. 50-ാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്ന് മരിച്ച ഒരാളും 50-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത് മരിച്ചിട്ടുള്ള ഒരാളും തമ്മിൽ എന്താണ് വ്യത്യാസം? മാറ്റമുണ്ട്. മറ്റേ അങ്ങോട്ട് അത്രയും വിഷമം കൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. മരിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല, വൃത്തികേട് കൊണ്ടാണ്. അപ്പൊ അങ്ങോർക്ക് അത് ചെയ്യുമ്പോ വെച്ച് കഴിഞ്ഞാൽ അങ്ങോർക്ക് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആളെ അച്ഛനമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടാവും, ഭാര്യയും മക്കളുണ്ടാവും, അവരൊക്കെ സംരക്ഷിക്കേണ്ട ആ ദൗത്യം ആൾക്കുണ്ട്. ആ സമയത്ത് പോകുമ്പോ ഈ ദൗത്യം ഇവിടെ നിലകൊള്ളുന്ന കാലം വരെ ആത്മാവിന് അത് അതിന് അത്രയ്ക്കും വരില്ല. നിവൃത്തിയിലാണ്ടാണ് മനസ്സിലായി. അത് പിന്നെ ഈശോ അത്രയ്ക്ക് ആയുസ് കൊടുത്തുള്ളൂ നമുക്ക്. മറ്റേ അങ്ങനെയല്ല, അത് കടുങ്കൈ ചെയ്യുന്നതാണ്. രണ്ടും രണ്ടവസ്ഥയാണ്. അങ്ങനെ ആത്മഹത്യയിൽ മരിച്ചിട്ടുള്ള ഒരു ആത്മാവ് അവര് തൊട്ടടുത്ത് ഒരു ജന്മം ഉണ്ടാവുന്ന സമയത്ത് അതുണ്ടാവണമെങ്കിൽ അവർക്ക് മോക്ഷം കൊടുക്കണം. അതിന് മോക്ഷം കൊടുക്കാണ്ടിരുന്ന എത്ര കൊല്ലം കഴിഞ്ഞാലും പ്രേതാവസ്ഥയിൽ നിന്ന് കളിക്കുള്ളൂ. ശരി. അത് ഈ കുടുംബത്തിന് ദോഷം ഉണ്ടാവും? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. മനസ്സിലാ, പ്രേതാവസ്ഥ എന്ന് വെച്ചാൽ ഗതി കിട്ടാണ്ട് അലിഞ്ഞിരിഞ്ഞ് നടക്കാത്ത പ്രേതാവസ്ഥ. ആ പ്രേതാവസ്ഥ പിതൃവസ്ഥയായിട്ട് മാറിയാൽ മാത്രം മോക്ഷം കിട്ടും. അത് ശരി. പ്രേതാവസ്ഥ പിതൃവസ്ഥ രണ്ടാണ്. പ്രേതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഗതി കിട്ടാണ്ട് അലിഞ്ഞിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ. അത് ശരി. പിതൃവസ്ഥ എന്ന് പറഞ്ഞാൽ മാറ്റം വന്നു. അതായത് പ്രേതാവസ്ഥ, നമ്മളിപ്പം പിതൃതർപ്പണം നടത്തുന്ന സമയത്ത് പ്രേതാവസ്ഥയിലുള്ളതിന് നമുക്ക് തർപ്പണം വരുന്നില്ല. ഇല്ലല്ലോ, അത് ബലി. അപ്പൊ ഈ പ്രേതാവസ്ഥയെ ശുദ്ധീകരിക്കുന്നതാണോ പിതൃതർപ്പണം? അതായത് അതിൽ നിന്നും മാറ്റം വരണം. പ്രേതാവസ്ഥ പിതൃവസ്ഥയായിട്ട് മാറണം. എപ്പോഴും 7 തലമുറക്കുള്ള പിതൃക്കൾ എപ്പോഴും പെൻഡിങ്ങിൽ ഉണ്ടായിരിക്കും. അതിൽ ഒരാൾ ചെന്നാൽ മാത്രം അധികം ആൾക്ക് മോക്ഷം കിട്ടുള്ളൂ. അത് ശരി. അപ്പൊ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിതൃക്കൾ സന്തോഷിക്കും. അപ്പൊ ഈ പിതൃക്കളെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് കർമ്മത്തിൽ ശുദ്ധീകരിക്കണം. പുത്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം നരകം, പുത്രൻ ത്രസിപ്പിക്കുന്ന. നരകത്തിൽ നിന്ന് ത്രാണം പിതൃഹ്രമണത്തിന് അർഹതയുള്ള പുത്രൻ. കന്യാദാനത്തിന്റെ മന്ത്രം പറയുന്നത്, ചെക്കനും പെണ്ണും കൈ പിടിച്ചു കൊടുക്കുമ്പോൾ പറയുന്ന മന്ത്രം പിതൃണ ഉദ്ധാരണായച്ച, പിതൃക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി പിന്തലമുറയുണ്ടാകാൻ വേണ്ടിയാണ് കന്യാദാനാക്കിയ മഹാദാനം കരിഷെന്ന് മന്ത്രം പറയുന്നത്. ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ് കന്യാദാനം. എന്തിനു വേണ്ടി? പിതൃണ ഉദ്ധാരണായച്ച, പിതൃക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി പിന്തലമുറയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സിൽ നിരൂപിച്ച സകല തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ആത്മാവിന് മോക്ഷം കൊടുക്കണം എന്റെ സർവേശ്വര എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല. അത് അപേക്ഷിക്കണ്ടേ? അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പല തെറ്റുകളൊക്കെ ചെയ്യും, അതിന് ശിക്ഷ ഉറപ്പാട്ടോ. അത് നമുക്ക് എപ്പോഴായാലും കിട്ടും. മനസ്സിലായി? അപ്പൊ അതിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ എന്താണോ? അപേക്ഷിക്കണം. എന്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് ജീവിച്ചിരുന്നപ്പോ അറിഞ്ഞറിയാണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാവിന് മോക്ഷം കൊടുക്കണേ പ്രാർത്ഥനയാണ്. അതാണ് ഏതൊരു പടത്തില് തിലകം പറയുന്നത്, നീയാണ് യഥാർത്ഥ പുത്രൻ. മനസ്സിലായി? കാരണം അച്ഛനെ നരകത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നു. പുത്രനായാലും പുത്രിയായാലും അർത്ഥം ശരിയാട്ടോ. ഞാൻ പെൺകുട്ടികളെ ഞാൻ ശേഷം കെട്ടിക്കും. ആൺകുട്ടിയില്ലാന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പെൺകുട്ടി ശേഷം കെട്ടിയാലും കർമ്മം കഴിക്കും. മരിച്ച കർമ്മത്തിനെ ശേഷക്രിയ എന്ന് കേട്ടോ. ശേഷക്രിയ വെച്ച് കഴിഞ്ഞാൽ ശേഷം മുറിക്കാന്നൊക്കെ ഒരു ചടങ്ങ്. അത് പെൺകുട്ടിയാലും ചെയ്യാം. 4 ദിവസം ആ കുട്ടിക്ക് അശുദ്ധിയാണെങ്കിൽ 4 ദിവസം കഴിഞ്ഞോട്ടെ, ഈശ്വരൻ വല്ലയിടത്തും പോകണ്ടോ? അതും ഈശ്വരൻ അശുദ്ധി ഇല്ലല്ലോ. അതും ഈശ്വര സൃഷ്ടി തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ 4 ദിവസം കഴിഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ലാന്നോ? അപ്പൊ നമ്മള് ചോദ്യം എന്റെ മിച്ചം നിൽക്കുകയാണ്. അതായത് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരാള്, ആ ആളിന്റെ ആ ഒരു പ്രേതലോകത്ത് അല്ല പ്രേതലോകത്തായിരിക്കുമോ അതിങ്ങനെ അലഞ്ഞു തിരിയുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് എന്താണ്? അതാണ് പിതൃതർപ്പണത്തിൽ കൂടി അത് ആക്കണം. അതിന് വെച്ചാൽ ആവാഹിച്ച് അതിന്റെ കർമ്മം കൊണ്ട് തന്നെ ശിക്ഷകളൊക്കെ ഉണ്ട്. ശരി. തെറ്റ് ചെയ്തേനെ അങ്ങനെ പഞ്ചക വിശുദ്ധി വരുത്താം, പുണ്യാവിശുദ്ധി വരുത്താം, സാഹചര്യം വരുത്താം, ബ്രഹ്മപിണ്ഡം വയ്ക്കാം. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ പിന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ള അലയുന്ന ആത്മാക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അറിയുമത്? അത് നരകം ദുരിതം വീട്ടിലുണ്ടാവല്ലോ. മനസ്സിലായി? അതിപ്പോ ഏതെങ്കിലും ജ്യോത്സ്യന്മാര് അടുത്ത് പോയാൽ അവർ പ്രത്യേകിച്ചെടുത്ത് പറയും, ഇങ്ങനെ അറുകുലയുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്. കാലക്കേട് വരുമ്പോഴാണല്ലോ നമ്മൾ ഇവരുടെ അടുത്ത് പോവാ. അപ്പൊ 100,000 കേസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ നമ്മൾ ആവാഹിച്ച് ഉച്ചാരണം ചെയ്യണം. മറ്റുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. രക്ഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന്റെ പ്രേതം. ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞ ബ്രാഹ്മണന്റെ പ്രേതം. 12 വർഷം ക്ഷേത്രത്തിൽ കർമ്മം ചെയ്ത നമ്പൂരി മരിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മരക്ഷസായിട്ട് മാറും. ആ വാക്കിന്റെ അർത്ഥം ബ്രഹ്മതത്വത്തിൽ നിന്ന് വ്യതിചലിച്ചോ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ശരി. അയാൾ ഈശ്വരനല്ല പൂജിച്ചത്. നിനക്ക് ഞാൻ ജന്മം നട്ട് നീ എന്നെ അല്ലല്ലോ വിളിച്ചത്, മറ്റേ ദുർമൂർത്തിയിലേക്ക് പോയില്ലേ? അതാണ് ബ്രഹ്മരക്ഷസ്.
അതായത് അദ്ദേഹം ചെയ്ത് 5 മണിക്കേറ്റ് നട തുറന്ന് ദേവനെ കുളിപ്പിച്ച് ഊട്ടി ഉറക്കി പോരുന്ന വ്യക്തിയാണല്ലോ. അതെ. അങ്ങോർക്ക് മോക്ഷം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടാനാ? അല്ലെ? അങ്ങോരും വ്യതിചലിച്ചു. എന്തിൽ നിന്ന്? ബ്രഹ്മതത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു. അതുകൊണ്ട് ബ്രഹ്മരക്ഷസായിട്ട് മാറി. അതുകൊണ്ടാണ് ഏതാനും പറമ്പിലൊക്കെ ഇതുണ്ട്. ഈ ഏതാനും പറമ്പിലൊക്കെ ഉണ്ട്. ഈ ഭൂമി മുഴുവൻ ബ്രാഹ്മണന്റെ കൈവശമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് 5 സെന്റും 10 സെന്റും കൊടുത്ത് അപ്പോ അതൊക്കെ നമുക്ക് കിട്ടി. അപ്പൊ കാലക്കേട് വരുമ്പോ ഏതെങ്കിലും ജ്യോത്സ്യം പറയും നിങ്ങളുടെ പറമ്പിൽ ഇന്ന ദിക്കിലൊരു കല്ല് കാണും, അവിടെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ മാറ്റൊക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈശ്വരാധീനം നമ്മളിൽ നിന്ന് വിട്ടുപോയി നമ്മൾ അതിലേക്ക് മാറാണ്. അപ്പൊ പിന്നെ അവിടെ വിളക്ക് വെക്കാനാ? ഉമ്മറത്ത് വിളക്ക് വെക്കാനല്ല, വിളക്ക് വെക്കേണ്ടത് ഉമ്മറത്താണ്, വീട്ടിലാണ് വിളക്ക് വെക്കേണ്ടത്. അത് ഹിന്ദുക്കൾക്ക് ഒരു വിളക്ക് കത്തിയാൻ പോലും ഒന്നും അറിയുന്നില്ല. വിളക്കിൽ എത്ര തിരിയിടണം, അത് എവിടെ നിന്ന് കത്തിക്കണം, എന്തിനാ കത്തിന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾക്ക് അറിയില്ല. അതൊന്ന് വ്യക്തമാക്കാം. ഏകവൃത്തി മഹാവ്യാധി. ഒരു തിരിയിട്ട് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വ്യാധി ഒഴിച്ചുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളത്. അത് ശരി. ദീവർത്തി ചിലർ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിടും. അത് ആദിത്യനാവുള്ളൂ. കിഴക്കുതിച്ചു പടിഞ്ഞാറ് അസ്തമിച്ചു. ഇപ്പൊ ശബരിമല സീസണിലൊക്കെ കാലത്ത് കുളിക്കുമ്പോൾ കിഴക്കോട്ട് ശരണം വിളിച്ച് മുങ്ങും, ഉച്ചരിഞ്ഞ് പടിഞ്ഞാട്ട് ശരണം. അത് ആദിത്യനെ അസുഖമായിട്ടാണ്. ത്രിവർത്തിയിൽ ആലസ്യം. 3 തിരിയിട്ട് വിളക്ക് വെച്ചാൽ മാനസിക രോഗങ്ങൾ, ഓർമ്മക്കുറവ്, അതൊക്കെ വീട്ടിൽ സംഭവിക്കും. ഇനി 4 തിരിയിട്ട് വെച്ചാൽ ദരിദ്രത, വന്നു വരുന്നത് എന്താ ചോറ്, നമ്മൾ ഭക്ഷണം പാകം ചെയ്ത പോലെ ആരെങ്കിലും വരും അവർക്ക് എടുത്ത് കൊടുക്കും, നമ്മുടെ കാര്യം. പഞ്ചവർത്തി സമ്പൽ സമൃദ്ധി. ഭദ്രവും ആവണമെങ്കിൽ 5 തിരിയിട്ട് വിളക്ക് വെച്ചാൽ ഭദ്രവും ആവുള്ളൂ. മനസ്സിലാ? 5 തിരിക്ക് പ്രത്യേകിച്ച് പ്രപഞ്ചശക്തി എന്ന് പറയുമ്പോൾ 5 ശക്തിയാണ്. അതെ, പഞ്ചഭൂതങ്ങളാണല്ലോ. പ്രപഞ്ചം 5, പഞ്ചഭൂതം 5, പഞ്ചവേദങ്ങൾ 5, പഞ്ചശിരസ് 5, പഞ്ചമഹാരം 5, പഞ്ചശുദ്ധി 5, ഒക്കെ 5ആണ്. അത് 5ഉം കൂടി കൂടണം. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. ബ്രഹ്മ, വിഷ്ണു, രുദ്ര, മഹേശ്വര, സദാശിവം. ഇത് 5 കൂടി കൂടണം. അതിനിവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ 3 പറഞ്ഞു. ത്രിമൂർത്തി സങ്കല്പം വന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറഞ്ഞു. ഇത് ബ്രഹ്മക്ഷേത്രം വല്ലയിടത്തും കേട്ടിട്ടുണ്ടോ? ഉണ്ട്, ബ്രഹ്മക്ഷേത്രം ഉണ്ട്. കുംഭമേള നടക്കുന്ന നമ്മുടെ അത് തിരുനാവായിലുണ്ട്. ചതുർമുഖനാണ് അവിടെ. അതെ അല്ലേ? അതെ. പ്രപഞ്ചശക്തി എന്ന് പറയുമ്പോ 4 ആണോ അല്ലെങ്കിൽ 3 ആണോ? ഇവിടെ നടവരമ്പത്ത് തൃപ്പയ്യാന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. 3 കൂടിയുള്ളതാണ്. അതെ. അപ്പോൾ അത് പൂർണ്ണതയാണോ? പ്രപഞ്ചശക്തി പഞ്ചവാദ്യം എന്ന് പറയുമ്പോൾ 5 വാദ്യം ഉണ്ടാവണ്ടേ? പഞ്ചഗവ്യം എന്ന് പറയുമ്പോൾ 5 ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ എന്താ പറയാ, ഗോമൂത്രം, ഗോമയം, പാല്, തൈര്, നെയ്യ് എന്ന് പറയുള്ളൂ. പഞ്ചഗവ്യം എന്ന് പറയണമെങ്കിൽ 5 കൂടി കൂടണം. അപ്പൊ പ്രപഞ്ചശക്തി എന്ന് പറയുമ്പോൾ 5 കൂടി കൂടണം. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. ബ്രഹ്മ, വിഷ്ണു, രുദ്ര, മഹേശ്വര, സദാശിവ. ഇത് 5 കൂടി കൂടണം. അപ്പൊ 3 നമുക്ക് മനസ്സിലായി. 4മത്തെ കാര്യം തിരോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ തെളിവാണ് കാറ്റ്. കാറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ആസ്വദിക്കാനോ സാധിക്കും. ആത്മാവ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ആത്മാവ് കണ്ടവരാരെങ്കിലും ഉണ്ടോ? അപ്പൊ കാണാൻ കഴിയാത്ത ഒരു ഭാവം ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. തിരോഭാവം, കാണാൻ കഴിയാത്ത ഭാവത്തെ പറയുന്നത്. ഗുരുത്വം വേണം, അനുഗ്രഹം വേണം, മോക്ഷം വേണം എന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈശ്വരന്റെ 5മത്തെ ഭാവമാണ്. അത് 5ഉം കൂടി കൂടണ്ടേ? അതെ. അതാണ് പ്രപഞ്ചശക്തി എന്ന് പറയുന്നത്. ഈശ്വരൻ നമ്മുടെ ഈ സ്ഥൂല ശരീരം സൃഷ്ടിച്ചത് പഞ്ചേന്ദ്രിയ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചത്. ഈ പഞ്ചഭൂതത്തിന്റെ എല്ലാത്തിന്റെ 50% നമ്മുടെ ഈ ശരീരത്തിലുണ്ട്. അതിൽ ഒരേ ഭൂതാംശത്തിൽ കൂടി ഓരോ ഭൂതാംശങ്ങൾ 12.5% ചേരുമ്പോൾ നമ്മുടെ ഇരുപ്പായാലും കെടുപ്പായാലും ഓട്ടായാലും ചാട്ടായാലും വികാരായാലും ബ്ലഡായാലും മാംസായാലും മുഴുവൻ പ്രക്രിയ ഉണ്ടാകുന്നത് ഒരേ ഭൂതാംശത്തിൽ കൂടി ഒരേ ഭൂതാംശങ്ങൾ 12.5% പ്രക്രിയയാണ്. ആ ഈശ്വരനെ എല്ലാ വ്യക്തികളും ഉണ്ട്. ജലത്തിന്റെ 50% മനുഷ്യമൂത്രം. അതെ, മനസ്സിലായി. പക്ഷെ അതിന് വ്യക്തമായ കണക്കുണ്ട്. ഈ നമ്മള് ഭൂമികളിലൊക്കെ ചില ഭൂമികളിൽ സർപ്പദോഷം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ സർപ്പദോഷം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു ഭൂമിക്ക് യഥാർത്ഥത്തിൽ സർപ്പദോഷം ഉണ്ടോ? അതായത് ഇവിടെ അനന്തൻ എന്ന് പറയാറുണ്ട്. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആദ്യം പരിശോധിക്കണം. അനന്തമായതെന്നാണോ? അനന്തൻ എന്ന് പറഞ്ഞാൽ ആദ്യവും അന്തവും ഇല്ലാത്തവനാണ്. അനന്തമായത് അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ. ഞാൻ പാമ്പങ്കാവൊക്കെ നീക്കം ചെയ്യുന്ന ആളാ. എനിക്കൊരു പഴുതാരനെ പോലും കിട്ടിയില്ല. ഞാൻ അതൊക്കെ നീക്കം ചെയ്യും. അപ്പൊ നമ്മുടെ സങ്കല്പം ഈശ്വര സങ്കല്പ. ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, ലോക സൃഷ്ടാവാണ്, ബ്രഹ്മാവാണ്. ഞാൻ അതിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദേവത ബ്രഹ്മാവാ. ഞാൻ രോഹിണി നക്ഷത്ര. രോഹിണി നക്ഷത്ര ദേവത ബ്രഹ്മാവാണ്. അപ്പൊ ഞാൻ ബ്രഹ്മാവിനെയല്ലേ വിളിക്കേണ്ടത്? ആ അന്വേഷണമാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ഞാൻ ആരെ കണ്ടാലും ഞാൻ ചോദിക്കും. അനേക ശിവക്ഷേത്രന്റെ അന്വേഷണം ബ്രഹ്മക്ഷേത്രത്തോട് നാമവിശേഷമുള്ള കാരണം എന്ത്? കൊലപാതകം വരെ ചെയ്തുള്ള ആൾക്കാരെ വെച്ച് പൂജിക്കുന്നില്ലേ? എന്തുകൊണ്ട് ബ്രഹ്മാവിനെ ആരാച്ചൂടെ എന്ന് ഞാൻ പലരോടും ചോദിച്ചുള്ള. അമൃതാന്തമായി ശിക്ഷ, കടവിൽ അന്യോന്യത്തിനൊക്കെ വന്ന് ഞാൻ ചോദിച്ചതാണ്. എനിക്ക് ഇന്ന് വരെ മറുപടി കിട്ടിയിട്ടില്ല. മനസ്സിലാ? കടവിലൂർ അന്യോന്യത്തിന് ഇതേപോലെ ചോദിച്ചു പറഞ്ഞു. ചോദ്യം വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. കൃത്യമായിട്ട് എനിക്ക് മറുപടി പറയാൻ അറിയില്ല. എന്നാലും അറിയുന്നത് പറയാമെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിന് മാത്രമല്ല ക്ഷേത്രമില്ലാത്ത ഇന്ദ്രനും ക്ഷേത്രത്തിലാണ്. ഇതാണ് ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി. അമൃതാന്തമായി ശിക്ഷ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിക്കാൻ എനിക്ക് അവസരം തന്നില്ല.
എന്താ സംശയം ഒരു ലെറ്റർ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിലൊരു വരി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കൊലപാതകം വരെ ചെയ്ത ആൾക്കാരെ വെച്ച് പൂജിക്കുന്നില്ലേ, എന്തുകൊണ്ട് ബ്രഹ്മാവിനെ ആരാധിച്ചുകൂടെ എന്നൊരു വരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് വായിച്ചു നോക്കിയിട്ട് ആരെ കൊലപാതകം ചെയ്ത സ്വാമി? ഞാൻ പറഞ്ഞു പലരും. രാമനെ ഉദ്ദേശമായിരിക്കില്ലേ? അങ്ങനെ ഒരാൾ ഉദ്ദേശിച്ചിട്ടില്ല. കൃഷ്ണ ഉദ്ദേശമായിരിക്കില്ലേ? അപ്പോൾ പറഞ്ഞു രാമനും കൃഷ്ണനും കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം. എനിക്കറിയേണ്ട ഒരു ത്രിമൂർത്തി സങ്കല്പത്തിൽ ബ്രഹ്മക്ഷേത്രം നാമവിശേഷമായുള്ള കാരണം എന്താണെന്ന് എനിക്കറിയേണ്ടത്. അറിയില്ല കേട്ടോ, പരാതിയില്ല. അപ്പൊ എല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ, മനസ്സിലായി. അപ്പൊ ഈ കടവല്ലൂർ വന്ന വേദിയിൽ ഇറങ്ങിയപ്പോ വീണ്ടും ഞാൻ ചോദിച്ചു, ബ്രഹ്മനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞില്ലേ. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ അനേക ക്ഷേത്രത്തിന്റെ പിന്നെങ്കിൽ തന്നെ അവിടെ കടവല്ലൂർ അദ്ദേഹത്തിന് മൊത്തം പേര് കടവല്ലൂർ അന്യോന്യം. ശ്രീരാമക്ഷേത്രത്തെ എല്ലാ കൊല്ലം അന്യോന്യം നടക്കുന്നുണ്ട്. ആർക്കും മനസ്സിലാവില്ല. ഈ കൈയോട്ടും കാലോട്ടും ഇങ്ങനെ ആക്ഷൻ കാണിക്കൽ മാത്രമല്ലോ നമുക്ക് വല്ലതും മനസ്സിലാവോ? താന്ത്രിക എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും മനസ്സിലാവോ? തന്ത്രങ്ങളെ കൊണ്ടും മുദ്രകളെ കൊണ്ടൊക്കെ ഒരു കൈകൊണ്ട് ആക്ഷൻ കാണിക്കലോ. മിണ്ടില്ലല്ലോ, മിണ്ടില്ല. വൈദികം അങ്ങനെയല്ല, മന്ത്രം ചൊല്ലി തരും, അത് നിങ്ങൾ ഏറ്റു പറഞ്ഞ് നിങ്ങളെ ചെയ്യിക്കലാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സർപ്പദോഷം നമുക്ക് തീർക്കാം. അപ്പൊ അല്ല, ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു പറമ്പിന് സർപ്പദോഷം ഉണ്ടാകുമോ? ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ചിലർ തല്ലി വന്നിട്ടൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, അതേപോലെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ വീടിനടുത്തുള്ള ഒരു പാമ്പും കാവുണ്ടെന്ന് ചോദിക്കുക, അവിടെ വർഷത്തിൽ പൂജ ഉള്ളതാണെന്ന് ചോദിക്കുക. തൊട്ടപ്പുറത്തെ പറമ്പുകളിൽ താമസിക്കാൻ ആളുകൾക്ക് പൊതുവിൽ മടി കാണിക്കാറുണ്ട്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കാണുമ്പോൾ അവിടെ വിളക്ക് വെക്കലൊക്കെ ചെയ്യണ്ടേ? ആ വിളക്ക് വെച്ച് പിന്നെ അവിടേക്കാണല്ലോ നോട്ടം വരാം. അപ്പൊ അങ്ങനെ ഒരു വിഷയം, അല്ലെങ്കിൽ അവിടുത്തെ വിളക്കാണല്ലോ കാണുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും സംബന്ധിച്ച് ഇതെല്ലാത്തിനും മനസ്സാണല്ലോ. അതെ, നമ്മുടെ മനസ്സാണ് ഇതിന്റെ. ഞാനിത് പറയാൻ കാര്യം എന്താ വെച്ചാല്, നമ്മുടെ ഒരു കക്ഷി എടുത്ത് സംസാരിച്ച സമയത്ത് ആള് പറഞ്ഞാണ്, ഒരു സ്ഥലം വാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വന്നപ്പോ വന്ന അപ്പുറത്തെ പറമ്പിൽ പാമ്പുങ്കാവുണ്ട്. ഇവിടെ ഇപ്പൊ സ്ത്രീകള് ഫാമിലി കുടുംബം വീടെന്ന് പറയുമ്പോൾ സ്ത്രീകളും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ഈ മെൻസ്ട്രേഷന്റെ പീരീഡ് സമയത്ത് എന്തെങ്കിലും തൊട്ടശുദ്ധിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ട് ഈ സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ദോഷങ്ങൾ ഉണ്ടാകില്ലേ എന്നൊരു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം തന്നെ വീട് വെക്കെങ്കിൽ നമ്മുടെ പറമ്പ് ആദ്യം ശുദ്ധമാക്കാം, മനസ്സിലാ. പിന്നെ നമ്മുടെ ശരീരം വീട് നമ്മൾ കെട്ടിവെക്കാം, ഒരു പഞ്ചശിരസ്ഥാപനമൊക്കെ നടത്താം. പഞ്ചശിരസ് എന്ന് പറഞ്ഞാൽ ഇന്ന് പോത്തങ്ങളെ തലയിൽ കിട്ടുന്നത് അതൊന്നല്ല. പഞ്ചശിരസ് സജ്ജോജാതം, വാമദേവം, മഘോരം, തൽപുരുഷം, ഈശാനം, ഈ 5 ഭാവമാണ്. സജ്ജോജാതം, വാമദേവം, മഘോരം, തൽപുരുഷം, ഈശാനം, ഈ 5 ഭാവമാണ്. അതായത് ബ്രഹ്മ, വിഷ്ണു, രുദ്ര, മഹേശ്വര, സദാശിവ എന്ന് പറഞ്ഞ 5 ഭാവമാണ്. അത് 5ആണോ? അത് മനസ്സിലായി. അപ്പൊ നമ്മള് ആ പഞ്ചശിരസ് നമ്മള് വീടിന്റെ ഉമ്മറത്ത് സ്ഥാപിക്കുക. അതിന്റെ വിളക്ക് വെക്കുക, ഉമ്മറത്തെ വിളക്ക് വെക്കേണ്ടത്, നമ്മുടെ പൂജാമുറിയിലൊന്നല്ല. അതിപ്പോ വിളക്ക് പോലും ഒന്നും കത്തിക്കുന്നില്ല. എന്തിനാ വിളക്ക് വെക്കുന്നത് ചോദിച്ചാൽ ഹിന്ദുക്കൾക്ക് അറിയില്ല. അത് എവിടെന്നാ കത്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അറിയുന്നില്ല. എന്തിനാ കത്തിക്കുന്നത് ചോദിച്ചാൽ അറിയില്ല. ശരിക്കും പറയാന്ന് വെച്ചാൽ വിളക്ക് കത്തിക്കേണ്ട അടുപ്പിൽ നിന്ന് കത്തിക്കേണ്ടതാണ്, അടുക്കളയിൽ നിന്ന് കത്തിക്കണം. അടുക്കളയിൽ നിന്ന് കത്തിക്കുമ്പോൾ എന്താണ്, കാലത്ത് കുളി കഴിഞ്ഞിട്ട് വേണം അടുപ്പിൽ തീ കൂട്ടാനായിട്ട്. അങ്ങനെയുള്ള അടുപ്പിൽ മത്സ്യമാംസങ്ങൾ വേവിക്കാൻ പാടില്ല. അതിപ്പോ ഒരു വീടുണ്ടാവില്ല. പിന്നെ എവിടെയെങ്കിലും കത്തിക്കട്ടെ, പക്ഷെ വിളക്ക് വെക്കേണ്ട ഉമ്മർത്താണ്. അതായത് ഈ നമ്മൾ വിളക്ക് വെക്കിയ സാധാരണ സന്ധ്യാസമയത്താണ്. ആ സന്ധ്യ എന്ന് പറഞ്ഞാൽ 4 സന്ധ്യയുണ്ട്. പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, ത്രിസന്ധ്യ എന്ന് പറയുമ്പോൾ 3ാമത്തെ സന്ധ്യയാണ്. അർദ്ധരാത്രി സന്ധ്യ, രാക്ഷസി. ഈ സമയത്തൊക്കെ ഭൂമിയിലേക്ക് ഒരു വിഷാംശങ്ങൾ പതിക്കുന്ന സമയമാണ്. ഈ വിഷാംശത്തെ നശിപ്പിക്കാൻ ആർക്കാ സാധിക്കുക? അഗ്നിക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ ആ വിഷാംശം ഇങ്ങോട്ട് വരാണ്ടിരിക്കണം. അതാണ് അതിന്റെ പിന്നിൽ നിലവിളക്ക് കത്തിക്കുന്നതിന്റെ പിന്നിലെ സങ്കല്പം. ആ വിഷാംശം നമ്മുടെ, അപ്പൊ ആ വിളക്കിന്റെ പരിസരത്തിൽ നിന്ന് നമ്മൾ ഈശ്വരനാമം ജപിക്കുകയാണെങ്കിൽ ആ വിഷാംശത്തിൽ നമുക്ക് മുക്തി നേടാം. അപ്പൊ ചുറ്റുവിളക്കിന് നേരത്തെ അമ്പലത്തിൽ പോകുന്നതൊക്കെ നല്ലതാണ്. ആ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കും നമ്മള്. സന്ധ്യക്ക് ഉണ്ടെന്നോ രോഗി സന്ധ്യാസമയത്ത് നിത്യം ഭക്ഷണം കഴിച്ച ഒരു മാറാരോഗത്തിന് അടിമയായിട്ട് മാറും. സന്ധ്യക്ക് ഉറങ്ങുന്നതും തരുതാം, പിന്നെ ഉറക്കുണ്ടാവുള്ളൂ, പിന്നെ ഒന്നും ഉണ്ടാവില്ല. സന്ധ്യ സർവത്ര വർജിതേ. സന്ധ്യാസമയത്ത് സർവത്ര കാര്യങ്ങളും വർജിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യാൻ പറ്റാ? ആ വിളക്കിന്റെ പരിസരത്ത് നമ്മൾ ഈശ്വരാനം ജപിക്കാനേ ആ വിഷാംശത്തിൽ നമുക്ക് മുക്തി നേടാം. അതാണ് അതിന്റെ സന്ധ്യയുടെ പ്രത്യേകത. അതിനാണ് വിളക്കൊക്കെ വെക്കുന്നത്. അതൊക്കെയാണ് ചേട്ടാ. ഇതില് പിന്നെ വേറൊരു സംശയം ഉള്ളതേ, ഇപ്പൊ നമ്മള് വീട് വെക്കുന്ന സമയത്തേ നമ്മള് കിണറിന് കുറ്റി അടിക്കുമല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഉള്ള ആളുകളുടെ പ്രശ്നം വെച്ചാൽ എല്ലാ ഈ 5 സെന്റ് 4 സെന്റ് ആളുകളാണല്ലോ. അപ്പം വാസ്തുപ്രകാരം വടക്ക് കിഴക്കേ ദിശ കിണറിന് ഏറ്റവും ഉത്തമമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറെ 2-3 ദിശകൾ പറയുന്നുണ്ട്. അപ്പം ഒരു 4 സെന്റ് സ്ഥലത്ത് അല്ല 5 സെന്റ് സ്ഥലത്ത് നമ്മള് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പം പാറയുള്ള സ്ഥലമായിരിക്കാം. അപ്പം നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മള് അവിടെ നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ കിണറിന്റെ സ്ഥാനം കണ്ടെത്തുന്നത്? അത് നിമിത്ത ലക്ഷണമാണോ?
ശിരസിൽ തൊട്ട് ചോദിച്ച ജലമില്ലാ സ്ഥലങ്ങളിൽ ഗണ്ഡത്തിൽ സ്പർശനം ചെയ്ത ധനുവിൽ ജലവർദ്ധനം താടിക്കു മീനവുമിനെ മാറിടത്തിനു മേടവും ദൂതൻ പെട്ടെന്ന് മുട്ടുകാൽ തൊട്ട പൊട്ടാത്ത പാറയുണ്ടെന്ന ലക്ഷണം സ്ഥാനങ്ങൾ നിശ്ചയിച്ചിടാം സാമാന്യ മേടമാകിലും. ഇത്രയും പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാതെ മനസ്സിലായ ശിരസിൽ തൊട്ട് ചോദിച്ച അങ്ങനെ ആ സമയത്ത് നമ്മൾ വരുന്ന നേരത്തെ ആ ഉടമസ്ഥൻ തലേക്കൊന്നും മതിയായിരുന്നു ആ പറമ്പിൽ വെള്ളം ഉണ്ടാവില്ല. അത് ശരി, ലക്ഷണം അതാണ് ശിരസിൽ തൊട്ട് ചോദിച്ച ജലമില്ല ഗണ്ഡത്തിൽ സ്പർശനം ചെയ്ത ധനുരാശിയിൽ വെള്ളം ഉണ്ടെന്നാണ്. അത് ശരി, ധനുവിൽ ജലപരമായിട്ടുള്ള കാര്യമാണ്. താടിക്കും മീനവും പിന്നെ താടിയിൽ തന്നെ ചെറിയ മാതിയൊക്കെ ചെയ്തേ മീന രാശിയിൽ വെള്ളം ഉണ്ടെന്നാണ്. അത് ശരി, താടിക്കും മീനവും തന്നെ മാറിടത്തിനും മേടവും നെഞ്ഞത്തെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി പാരം പകുതി വെള്ളം ഉണ്ടാവും. അത് ശരി. ദൂതൻ പെട്ടെന്ന് മുട്ടുകാൽ തൊട്ടാ പൊട്ടാത്ത പാറയുണ്ടെന്ന ലക്ഷണം. അത് ശരി. നേരത്തെ തന്നെ ഇരിക്കുമ്പോ ഇനി എന്റെ സംശയം സ്വാഭാവികമായിട്ടും ഇതൊന്നും ഇല്ലാതെ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് കിണറിന്റെ സ്ഥാനം, വെള്ളം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അല്ല നമുക്കത് മനസ്സിലാകാലോ. നിങ്ങൾ വന്ന് പറയുന്നത് ഞാനിത് പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചിട്ട് എന്റെ വീട്ടില് കിണറിന്റെ സ്ഥാനം കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ശ്ലോകം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒന്നും ചോദിക്കാതെ കൈ തൂക്കിയിട്ടിട്ട് ഞാൻ ചോദിക്കാണ്, എങ്ങനെയാണ് കിണറിന് വെള്ളം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാ. അല്ല നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നോക്കി ഞങ്ങൾ പറയും. അത് നോക്കി പറയാല്ലേ. നിങ്ങൾ ഏത് രാശിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ രാശി ഞങ്ങൾ അവിടെ കാണിച്ചെടുക്കും. അത് ശരി. അല്ലെങ്കിൽ നിങ്ങളെ കണ്ട ഒരു സംഖ്യ പറയിപ്പിക്കും. പണ്ടത്തെ നമ്മുടെ മുൻ തലമുറ എത്രത്തോളം ഈ വക കാര്യങ്ങളിലൊക്കെ അഗ്രഗണ്യരാണെന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിളുകളാണ് ഇതൊക്കെ. മനസ്സിലായി, നമ്മൾ എത്രത്തോളം പാരമ്പര്യം നമ്മൾ ആലോചിച്ചു നമ്മളെ ഈ വക കാര്യങ്ങളൊക്കെ എത്രത്തോളം അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. അതായത് ഞാനൊരു ബിടെക് എഞ്ചിനീയറും MSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഞാൻ രണ്ട് കണക്കിട്ട് കൊടുക്കും. ഒന്ന് വട്ടത്തിന്റെ ചുറ്റളവ്, ഒന്ന് 8 വട്ടത്തിന്റെ 2πr എന്ന് പറഞ്ഞ കണക്ക് അല്ലേ, കൃത്യമായി എത്തില്ല, എൻ്റെ അടുത്ത് വരെ എത്തുള്ളൂ. നമുക്കതിനൊരു വാക്യമുണ്ട്, വിട്ടവും മുനി തന്നാലേ വേദവും തുണയായി കൂട്ടി തിട്ടനെ ഇരട്ടി ചെയ്താൽ വട്ടവും തിട്ടമാമയി. അതാണ് അതിന്റെ വാക്യം. ഒരു അണു പോലും മാറില്ല. എന്നുപോലെ പട്ടത്തിന് 8 വട്ടമൊക്കെ ഉണ്ടല്ലോ. ചുറ്റിനാൽ വീതി തന്നെ ഒരുപതോടെ ഏഴാക്കി ചുറ്റിനെ വരെ നടത്തി ചിക്കനെ കൊക്കണഞ്ഞാൽ മധ്യമത് 7 കൂറു പക്കിൽ 5 കൂറും ആ പട്ടമോട് 8 വട്ടം തിട്ടമായി ഒത്തിരിക്കും. വരവണ്ണം മാറില്ല. മനസ്സിലായി, ഇതൊക്കെ നമ്മുടെ അച്ഛൻ്റെ കിട്ടിയതാണ് നമുക്ക്. നമ്മുടെ അച്ഛൻ 2ാം ക്ലാസ്സുള്ളൂ. മനസ്സിലായ. അപ്പൊ പൂർവ്വ കാരണന്മാർ കുഞ്ഞിനു മാഷൊരു കവിത ഉണ്ടെന്ന്, ഇള്ളേന്റെ പകുതി കിട്ടേന്റെ പകുതി പതിരായി പോയെന്നു. കുഞ്ഞിനു മാഷൊരു കവിതയാണ്. കാരണം കാരണന്മാരെ കൈവശം ഉള്ളതിന്റെ പകുതിയെ നമുക്ക് കിട്ടിയുള്ളൂ, അതിന്റെ പകുതി പതിരായി പോയിന്ന് പിന്നെ നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? അതെ, എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിവുകൾ നമുക്ക് കൈവശം വന്നു പോയിട്ടുണ്ട്. കാരണം ഒന്നുകിൽ അടുത്ത തലമുറയിലേക്ക് അത് പകരുന്ന സമയത്ത് അടുത്ത തലമുറ അത്രയ്ക്ക് കഴിവില്ലാത്ത ആളാണെങ്കിൽ പകരാൻ പറ്റില്ല. അതാണ് പതിരായി പോയി, കിട്ടിയില്ല. അച്ഛന്റെ അറിവ് നമുക്ക് കിട്ടില്ല, നമ്മുടെ അറിവ് നമ്മുടെ മോനെ കിട്ടില്ല. അങ്ങനെ പോന്ന് പുതിയ ജനറേഷന് ഒന്നുമില്ലാതെ ഈ ശകുന്തള ദേവിയായിട്ട് ഒരു കണക്കിന്റെ കാര്യത്തില് കമ്പ്യൂട്ടറിന് ഉൾപ്പെടെ കണക്ക് ഉത്തരം പറഞ്ഞ പുള്ളിക്കാരത്തി, നിങ്ങൾ ഉപയോഗിച്ച ഗണിതം ഏതാണ്? വേദഗണിതമാണെന്ന് പറഞ്ഞു. കാരണം ലോകത്തിലുള്ള വേദത്തിലുള്ള ലോകത്തിലുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ വേദമാണ് നമ്മളെ അടിത്തറ, വേദമാണ്. ആ വേദം ഇവിടെ പുറത്തിറങ്ങില്ല. മനസ്സിലാ. ആ വേദം പ്രചരിച്ച മഹാവ്യക്തിയാണ് ശങ്കരാചാര്യർ. മനസ്സിലാ. ആള് തൊഷ്ടപുത്രേന സംശയ മൂശ്ശേരി വിഭാഗത്തിലെ ആളാ ശങ്കരാചാര്യൻ. അല്ലേ, എൻ്റെ ഉണ്ടായിരുന്നു ശങ്കര വിജയൊക്കെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ. അപ്പൊ അത് ആ മഹാവ്യക്തിയാണ് ശങ്കരാചാര്യ. അതാണ് അദ്ദേഹത്തിനുള്ള പ്രത്യേകത. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും 33 വയസ്സിന്റെ ആയുസ് കൊടുത്തുള്ളൂ. ശങ്കരാചാര്യര്, കൃഷ്ണൻ, യേശുക്രിസ്തു എല്ലാം 33 വയസ്സിന്റെ ഏഷ്യാഖണ്ഡത്തിൽ ഭൂഖണ്ഡത്തിൽ ജന്മം കൊണ്ട ആൾക്കാരാണ്. മനസ്സിലായ. പക്ഷെ ഇതൊന്നും ആരും പറയുന്നില്ല, അറിയുന്നില്ല. മനസ്സിലായി. ഈ നമ്മുടെ വീട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വീടിന്റെയും ക്ഷേത്രത്തിന്റെയും നിർമ്മാണ കണക്കുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കണക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് കുറ്റിയടിക്കാനാണ് ഏറ്റവും എളുപ്പം. അത് ശരി. വീടിനാണെങ്കിൽ അടുക്കള ഇന്നേക്കൽ വേണം, ബെഡ്റൂം ഇന്നേക്കൽ വേണം, ബാത്റൂം ഇന്നേക്കൽ വേണം എന്നൊക്കെ നിയമമുണ്ട്. മറ്റേ 4 കൂട്ട് മാത്രമേ വേണ്ടോ. പക്ഷെ ഞാൻ കുറ്റിയടിക്കാറില്ല. ഇല്ല. അത് അവർ ഇരുത്താനല്ല, നീക്കം ചെയ്യും. എത്ര വലിയ ക്ഷേത്രമായി ഞാൻ ഒഴിവാക്കും. ഞാൻ കുടി വയ്ക്കാൻ സമ്മതിക്കില്ല. കുടി വെച്ച് കഴിഞ്ഞാൽ അവർ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. അത് ശരി. അല്ലെ, നമ്മള് വീട്ടിൽ നമ്മൾ എന്തെങ്കിലും കുടി വെച്ച് കഴിഞ്ഞാൽ
അത് അനുകൂലമായിട്ടാണ് ഇരിക്കുന്നത് പ്രതികൂലമാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. അവർക്ക് മോക്ഷം കൊടുത്തു വിടാൻ വെച്ചാൽ ആ ഭാഗം ചിന്തിക്കണ്ട. ആ അപ്പൊ നമ്മൾ അങ്ങനെ കൂടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുടങ്ങാണ്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. ഇനി ഞാൻ മുമ്പേ ഇത് പറഞ്ഞപ്പോഴാണ് തൊട്ട് മുന്നേ നമ്മൾ സംസാരിച്ചതിലേക്ക് വന്നേ, ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു ആത്മാവ്. അപ്പൊ അതിൽ നമ്മൾ ഈ പറഞ്ഞ ചടങ്ങുകളുണ്ടല്ലോ, അത് ചെയ്തിട്ട് നമുക്ക് അതിനെ ശുദ്ധീകരിക്കാൻ പറ്റും. പിന്നെ മോക്ഷം കൊടുക്കാം. അത് മോക്ഷം, അതായത് പ്രേതാവസ്ഥയും പിതരാവസ്ഥയായിട്ട് മാറിയാലേ ഈശ്വരനിൽ ലയിക്കും. ഈശ്വരനിൽ ലയിച്ചു കഴിഞ്ഞാൽ ആ ഒരെണ്ണത്തിൽ ലയിക്കണം. അപ്പൊ അതിൽ നിന്ന് ഒരാൾക്ക് മോക്ഷം കിട്ടും. അത് ശരി. ഇപ്പൊ സാഹചര്യം വരുമ്പോ ജയിലിൽ നിന്ന് 5 പേരെ തുറന്നു വിടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വരിക്കുന്നത് ആഘോഷിച്ചില്ല, എന്റെ ഭാര്യ മക്കളൊക്കെ ഒന്ന് കാണാമായിരുന്നു ഇല്ലേ, എല്ലാവരും ആഗ്രഹിക്കില്ലേ എന്ന പോലെയാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിതൃക്കൾ സന്തോഷിക്കും. എന്തിന്റെ പേരാണ്? അങ്ങോട്ടും ഇങ്ങോട്ട് വരാണെങ്കിൽ അതിന് ഒരാൾക്ക് പോരാലോ എന്ന പോലെ. നമ്മുടെ ഒരു തറവാട്ടിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അപ്പോഴും പിതൃക്കൾ സന്തോഷിക്കും. ഞങ്ങളുടെ ആത്മാവിന് മോക്ഷത്തിന് വേണ്ടി പുത്രൻ ജന്മം കൊണ്ടല്ലോ, അവൻ ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ അതോഗതിയാണ്. അല്ല, അങ്ങനെ വിട്ടുപോകുന്ന ആള് അടുത്ത ശരീരം എടുക്കുവോ? അല്ല, അതങ്ങനെ നിൽക്കുള്ളൂ. എത്ര കൊല്ലം കഴിഞ്ഞാലും പ്രയാസം നിൽക്കുള്ളൂ. അല്ല, പിതൃക്കളാവുമ്പോ എന്ന് വെച്ചാൽ 7 തലമുറയിലേക്ക് ലയിക്കും. ഒരെണ്ണം ലയിക്കും. ലയിക്കുന്നത് അത് അടുത്ത മക്കൾക്ക് ഇടും. ആ തന്തേര തന്നെ കോപ്പി എന്ന് അറിയില്ലേ, ആ ദേഷ്യം നടപ്പൊക്കെ ഉണ്ടാവും ഇല്ലേ. അടുത്ത നമുക്ക് 28-ന് ചരട് കിട്ടണില്ലേ, അത് 28 29 ആയിരുന്നില്ലേ, അല്ലെങ്കിൽ 27 ആയിരുന്നില്ലേ. എങ്ങനെയാ കണക്ക് വന്നത്? 27 നക്ഷത്രത്തിൽ ജനിച്ച മുഴുവൻ പൂർവിക കാരണന്മാരെ ആസ്പദമാക്കിയിട്ട് ഗോത്രസൂത്ര ബന്ധനം എന്നാ പറയാം. അത് ശരി. 28 പറയുന്ന കർമ്മത്തിന് പറയുന്ന പേരാണ് ഗോത്രസൂത്ര ബന്ധനം. ആ 28 ഇട്ടാ കുട്ടിയെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറത്തില്ല, ആ തറവാട്ടിലേക്ക് ആക്കുന്നു. ഗോത്രസൂത്ര ബന്ധനം ആ തറവാട്ടിലേക്ക് കുട്ടിയാക്കുന്നു, ആ ഗോത്രത്തിലേക്ക് കുട്ടിയെ ആക്കുന്നു. അത് ശരി. അതാണ് ഗോത്രസൂത്ര ബന്ധനം. മനസ്സിലായി? എന്ന പോലെ 16 അടിയന്തരമല്ല, 16 കർമ്മങ്ങളാ. അത് ശരി. 16ാമത്തെ കർമ്മത്തിന് പറയുന്ന പേരാണ് സബിണ്ടീകരണം എന്ന് പറയുന്നത്. 15ാമത്തെ കർമ്മം ഏകോദിഷ്ടാണ്. 14ാമത്തെ കർമ്മം അസ്ഥി സഞ്ചയനമാണ്. 13ാമത്തെ കർമ്മം മൃത്യുസ്ഥാന കർമ്മമാണ്. അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വയമ്പ് കൊടുക്കാൻ മുഹൂർത്തുണ്ട്, കണ്ണെഴുതാൻ മുഹൂർത്തുണ്ട്, കഥ കുത്താൻ മുഹൂർത്തുണ്ട്, ചോറ് കൊടുക്കാൻ മുഹൂർത്ത്. അങ്ങനെ 16 കർമ്മം കേട്ടോ. 16 അടിയന്തരം അല്ല, 16 കർമ്മങ്ങളാ. അത് ശരി. എന്ന പോലെ ഇവിടെ 41 ദിവസം വ്രതം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ശബരിമല വിഷയങ്ങളൊക്കെ. സ്ത്രീകളുടെ 41 അല്ല കേട്ടോ. ഒരു കൊല്ലത്തില് 360 ദിവസമുണ്ട്. ഒരു കൊല്ലത്തില് 12 മാസമുണ്ട്. മാസത്തിൽ 27 നക്ഷത്രമുണ്ട്. 27 × 12, 27 നക്ഷത്രമുള്ളോ 12 മാസമുള്ളോ. 27 × 12 324 കിട്ടും. അത് 360 കുറച്ച് ബാക്കി 41 കിട്ടും. കണക്കില്ലാത്ത ദിവസം കേട്ടോ. കണക്കില്ലാത്ത ദിവസമാണ്. 27 നക്ഷത്രമല്ലോ, 12 മാസമല്ലോ, ബാക്കി 41 ദിവസം. ഈ 41 ദിവസം ഈ 27 നക്ഷത്രത്തിൽ ലയിച്ചു. മനസ്സിലായ? അല്ല, ഇപ്പൊ സ്ത്രീകൾക്ക് വ്രതം എടുക്കാം. സ്ത്രീകൾ 41 അല്ലാന്ന്. അത് ശരി. പരിശുദ്ധിന്റെ ആർക്കും കയറാന്ന് പറയുന്ന ആളെ. അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെൺകുട്ടികളുണ്ട്, ഞാൻ ശേഷം കിട്ടി. ഇപ്പൊ കല്യാണത്തിന്റെ ദിവസമാണ് കുട്ടി പുറത്തായി കഴിഞ്ഞാൽ കല്യാണം ആരെയും മാറ്റിയോ? ശരിയാ അല്ലേ? ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ആദ്യം അതിന് പ്രായച്ചിത്തം കഴിച്ചിട്ട് കുട്ടിയെ പന്തലിക്ക് കേട്ടുള്ളൂ. അതിപ്പോ ചെക്കനും വരാം, ചെക്കനൊരു വില വന്നു കഴിഞ്ഞാലോ. മനസ്സിലായി? ആ ചെക്കനെ അതിന്റെ പ്രായച്ചിത്തം ചെയ്തിട്ട് ചെക്കനെ ഞാൻ പന്തലിക്ക് കേട്ടു. അത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും കണക്കാട്ടോ. അപ്പൊ അതിന്റെ പ്രായച്ചിത്തമുണ്ട്, അത് ആദ്യം ചെയ്യാം. അത് ആദ്യം പഠിക്കണം. അത് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഓരോരുത്തരും അതൊക്കെ പഠിക്കാൻ തയ്യാറാകുക, ഒപ്പം അറിയാൻ തയ്യാറാകുക വേണം. അറിയാൻ തയ്യാറായെങ്കിൽ നമുക്ക് ഇതൊക്കെ പഠിക്കണമെന്നുള്ളത് മഹത്തായ സത്യമാണ്. അത് അയ്യപ്പൻ കലിയുഗഭരതനല്ലേ? അതെ. കലിയുഗത്തിൽ ജന്മം കൊണ്ട കാരണമുള്ള കലിയുഗഭരതന്റെ പേര്. അപ്പൊ അതിനുൾപ്പെടെ കൃതായം ഉണ്ടായില്ലേ? കൃതായവും ഉണ്ടായിട്ടുണ്ട്, വ്യാപാരവും ഉണ്ടായിട്ടുണ്ട്. 3 യുഗങ്ങളിലും മുപ്പത് കഴിഞ്ഞിട്ടുണ്ട്. ആദിപുരുഷൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ ഞാൻ 2 ദിവസം കൂടെ മൊബൈലിൽ ഞാൻ കണ്ടു, അയ്യപ്പന്റെ ചരിത്രം ഞാൻ കണ്ടു. 18 മലയരുള്ളിലാണ് ശബരിമല ഇരിക്കുന്നത്. ഞാൻ മൊബൈലിൽ കണ്ടത് പ്രോഗ്രാമാണ്. ഒരു ജ്യോത്സ്യൻ അതിനെ പറ്റി സംഭാഷണം ചെയ്യുന്നതാണ്. അയ്യപ്പന്റെ മെയിൻ സ്ഥാനം പൊന്നമ്പലമേട്ടാണ്. പിന്നെ അവിടെ 3 മലയുടെ അധിപന്മാരാണ് അവിടെ പൂജ ചെയ്ത് തുറന്നത്. അല്ലാണ്ട് ഇന്ന് പറയാൻ നമ്പൂരി ഒന്നല്ല. അതൊക്കെ ആ ജ്യോത്സ്യൻ കൃത്യമായിട്ട് മൊബൈലിൽ ഇട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മുപ്പത് കണ്ടത് പ്രോഗ്രാമാണ്. മനസ്സിലായേ? അപ്പൊ അതിന് ഉൾപ്പെടും മറ്റു ജാതിക്കാരെ അവിടെ ചെയ്തു തുറന്നത്. ഇടക്കാലം കൊണ്ട് കയറി വന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ നമ്പൂരിമാരൊക്കെ. മനസ്സിലായേ? അപ്പൊ
ഇതൊക്കെ ഓരോരുത്തരെ വയറ്റുകുഴപ്പമായിട്ട് കൊണ്ടു നടക്കുന്നു. എനിക്ക് അത്രേ പറയാൻ പറ്റും. എന്തായാലും വളരെ എന്താ പറയുന്നത് ആഴത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു. നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് കടന്നത്. നമ്മൾ തൊട്ടുമുമ്പേ നെല്ലിപ്പലകയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ഒരു സംസാരത്തിലേക്ക് കടന്നത്. അത് ഈ ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് അത് ഡൈവേർട്ടായി പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ആചാരങ്ങളും ആചാര അനുഷ്ഠാനങ്ങളെ പറ്റിയും ഒക്കെ ക്ലാസ് എടുക്കുന്ന വൈദിക ജ്ഞാനം ഉള്ള ആളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന രാമചന്ദ്രൻ ആചാരി. ചേട്ടന് വൈദിക കർമ്മത്തിന്റെ പൂജ എത്ര ശിഷ്യന്മാരുണ്ട്? എനിക്ക് 40 ശിഷ്യന്മാരുള്ള ഒരു ഗുരുവാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈദിക വിധികളും അതൊക്കെ എന്തിനു വേണ്ടി നമ്മൾ ആചരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള മഹാനുഭാവന്മാരുടെ അടുത്ത് ഇടപഴകാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ വളരെ പുണ്യമായിട്ട് കരുതുന്നു. ഇപ്പം ഇദ്ദേഹം അഞ്ചാമത്തെ വേദമായ പ്രണവവേദത്തിന്റെ ബുക്കാണ് ഇദ്ദേഹത്തിന് ഇരിക്കുന്നത്. മൊത്തം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്കിനിയും ചേട്ടനുമായിട്ട് നമുക്ക് ഇരിക്കാം. മഹത്തായ വേദസത്യമാണ്. താന്ത്രിക സത്യമല്ല, വേദസത്യമാണ്. നമുക്ക് ഇതുപോലുള്ള ഗുരുസ്ഥാനീയരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കൂടുതൽ ആളുകളെടുത്ത് നമുക്ക് ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ അറിവുകൾ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ലല്ലോ, ഒരു ചര്യയാണത് അല്ലേ? അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു ചര്യയിൽ കൂടി നമുക്ക് നല്ലൊരു ജീവിത രീതിയിൽ കൂടി നമുക്ക് മുന്നേറാനായിട്ട് ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുമായിട്ടുള്ള സമ്മേളനങ്ങൾ അല്ലെ ചങ്ങാത്തങ്ങൾ നമ്മളെ ഒത്തിരി സഹായിക്കും. നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചേട്ടന് ഇത്രയും വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച നയം ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ചേട്ടനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.